നമസ്കാരം. സിറ്റി ചാനൽ ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കേരള ഗവൺമെന്റ് നഴ്സസ് അസോസിയേഷൻ 41ാം കാസർഗോഡ് ജില്ലാ സമ്മേളനം നടന്നു. കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർപേഴ്സൺ കെ വി സുജാത ഉദ്ഘാടനം നിർവഹിച്ചു. പെൻഷൻകാരുടെ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കാഞ്ഞങ്ങാട് ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സിവിൽ സ്റ്റേഷന് മുന്നിൽ ധർണ സംഘടിപ്പിച്ചു. ധർണയ്ക്ക് മുന്നോടിയായി നടന്ന മാർച്ചിൽ നിരവധി ആളുകൾ പങ്കെടുത്തു. ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ പട്ടികജാതി സംവരണ സീറ്റുകൾ പൂർണ്ണമായും പ്രവേശനം അനുവദിക്കണമെന്നാവശ്യം PKS കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാഞ്ഞങ്ങാട് ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. തുടർന്ന് നടന്ന ധർണ CITU കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് P മണിമോഹൻ ഉദ്ഘാടനം ചെയ്തു. കാസർഗോഡ് ജില്ലാ ഒളിമ്പിക് അസോസിയേഷന്റെ 2025-30 വർഷത്തെ പുതുതായി തിരഞ്ഞെടുത്ത ഭാരവാഹികൾ അമ്പലത്തറ റൈഫിൾ ക്ലബ്ബിൽ നടന്ന പ്രൗഢഗംഭീരമായ ചടങ്ങിൽ വെച്ച് സ്ഥാനമേറ്റു. അനുമോദന ചടങ്ങും നടത്തി. ഓണം ഖാദിമേള 2025 തുടക്കമായി. കാസർഗോഡ് ജില്ലാതല ഉദ്ഘാടനം കാഞ്ഞങ്ങാട് പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് വെച്ച് നടന്നു. കേരള സംഗീത നാടക അക്കാദമി കാസർഗോഡ് കേന്ദ്ര കലാസമിതിയുടെയും അമ്പലത്തറ ഫൈൻ ആർട്സ് സൊസൈറ്റിയുടെയും സഹകരണത്തോടെ സംഗീതോത്സവം സംഘടിപ്പിച്ചു. CH കുഞ്ഞമ്പു MLA ഉദ്ഘാടനം നിർവഹിച്ചു. അജാനൂർ ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ CDS മഴപ്പൊലിമ സംഘടിപ്പിച്ചു. മഴപ്പൊലിമയുടെ ഭാഗമായി സംഘടിപ്പിച്ച ഘോഷയാത്ര വെള്ളിക്കോത്ത് നിന്നും ആരംഭിച്ച അടോട്ട് വയലിൽ സമാപിച്ചു. വാർത്തകൾ വിശദമായി. കേരള ഗവൺമെന്റ് നഴ്സസ് അസോസിയേഷൻ 41ാം കാസർഗോഡ് ജില്ലാ സമ്മേളനം നടന്നു. കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർപേഴ്സൺ കെ വി സുജാത ഉദ്ഘാടനം നിർവഹിച്ചു. കേരള ഗവൺമെന്റ് നഴ്സസ് അസോസിയേഷൻ 41ാം കാസർഗോഡ് ജില്ലാ സമ്മേളനം ഹോസ്ദുർഗ സർവീസ് സഹകരണ ബാങ്ക് ഹാളിൽ വെച്ചാണ് നടന്നത്. നഗരസഭാ ചെയർപേഴ്സൺ കെ വി സുജാത ഉദ്ഘാടനം നിർവഹിച്ചു. എന്നൊക്കെ ചോദിച്ചു വരുമ്പോ അവരോട് ചോദിക്കാൻ വേണ്ടി കഴിയണം, ഇതും പറഞ്ഞത് നിങ്ങളല്ലേ? പ്രളയകാലത്ത് സംസ്ഥാന സർക്കാർ ജീവനക്കാരോട് പറഞ്ഞു, നിങ്ങളുടെ 1 മാസത്തെ ശമ്പളം ഒന്ന് മാറ്റിവെക്കണം എന്നേ പറഞ്ഞുള്ളൂ, ഇല്ലേ ഭാനുപ്രകാശ്? മാറ്റിവെക്കണം, ഞങ്ങളത് സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുമ്പോ തിരിച്ചു തരും. 1 മാസത്തെ ശമ്പളം മാറ്റിവെക്കണമെന്ന് പറഞ്ഞപ്പോ അസോസിയേഷനുകളുടെയൊക്കെ കോൺഗ്രസിന്റെ സംഘടനകളുടെയൊക്കെ യോഗങ്ങളിലേക്ക് രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ള ആളുകൾ പറന്നു വന്ന് പ്രസംഗിച്ചതാ, ഒറ്റ പൈസ കൊടുക്കരുത്, ചില്ലിക്കാശ് കൊടുക്കരുത് എന്ന് പറഞ്ഞെടുത്ത് എനിക്ക് അനുഭവമുണ്ട്. എന്റെ സ്കൂളിലേക്ക് ആളുകള്, അവരുടെ സംഘടനയിൽപ്പെട്ട ആളുകൾ വന്നിട്ട് പറഞ്ഞു, ടീച്ചറെ എന്റെ ശമ്പളം ഞാൻ മാറ്റിവെക്കുന്നു, ഇപ്പോഴല്ലെങ്കിൽ പിന്നെ എപ്പോഴാ നമ്മൾ സഹായിക്കുക, അതുകൊണ്ട് എന്റെ ശമ്പളം ഞാൻ മാറ്റിവെക്കുന്നു എന്ന് പറഞ്ഞു വന്ന ആളുകൾ അവരുടെ സംഘടനകളിലുണ്ട്. പക്ഷെ സംഘടനാ നേതാക്കൾ പറഞ്ഞത് ഒറ്റ ചില്ലി കാശ് കൊടുക്കരുതെന്നാണ്. എന്നിട്ടും മറികടന്നില്ലേ നമ്മൾ ആ പ്രതിസന്ധിയെ, ഇല്ലേ? അതൊക്കെ പറഞ്ഞ ആളുകൾ ഓരോ സമയത്തും ജീവനക്കാർക്കെതിരായിട്ട് പങ്കാളിത്ത പെൻഷൻ വരുമ്പോ അവരെന്താ പറഞ്ഞെന്നറിയോ? പങ്കാളിത്ത പെൻഷനെതിരെയുള്ള സമരം നമ്മൾ പിൻവലിക്കാനിടയായത് ഒരു 6 ദിവസത്തെ സമരം നടന്നു. അപ്പോഴാണ് സംസ്ഥാന കലോത്സവം. KGNA ജില്ലാ പ്രസിഡന്റ് PV അനീഷ് അധ്യക്ഷത വഹിച്ചു. ജനാധിപത്യ മഹിളാ അസോസിയേഷൻ സംസ്ഥാന ട്രഷറർ E പത്മാവതി, ഭാനുപ്രകാശ്, ശരത് PV, ആദർശ് എന്നിവർ സംസാരിച്ചു. PP അമ്പിളി സ്വാഗതവും A പ്രസീത നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പെൻഷൻകാരുടെ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കാഞ്ഞങ്ങാട് ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സിവിൽ സ്റ്റേഷന് മുന്നിൽ ധർണ സംഘടിപ്പിച്ചു. ധർണയ്ക്ക് മുന്നോടിയായി നടന്ന മാർച്ചിൽ നിരവധി ആളുകൾ പങ്കെടുത്തു. പെൻഷൻകാരുടെ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച KSSPU കാഞ്ഞങ്ങാട് ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്മൃതി മണ്ഡപം മുതൽ മിനി സിവിൽ സ്റ്റേഷൻ വരെ പ്രകടനവും മിനി സിവിൽ സ്റ്റേഷൻ പരിസരത്ത് ധർണയും നടത്തി. സംസ്ഥാന വൈസ് പ്രസിഡന്റ് PC പ്രസന്ന ടീച്ചർ ഉദ്ഘാടനം നിർവഹിച്ചു. കമ്മീഷനെ നിയമിക്കുകയും പെൻഷൻ പരിഷ്കരണ കാര്യത്തെക്കുറിച്ച് ചർച്ച ചെയ്യുകയും അത് വളരെ പഴയ പ്രാബല്യത്തിൽ അത് ഉടനടി നമുക്ക് തരികയും ചെയ്യണം. എപ്പോഴും പെൻഷൻകാരുടെ കാര്യത്തിൽ കൃത്യമായിട്ട് പറയുന്ന ഏത് തീയതിക്കാണോ ഈ പെൻഷൻ പരിഷ്കരണം നടത്തേണ്ടിയിരുന്നത് ആ തീയതിക്ക് തന്നെ നടത്തിക്കൊണ്ട് പെൻഷൻകാരെ സഹായിക്കണം എന്നുള്ളതാണ് നമുക്ക് ഗവൺമെന്റിനോട് വീണ്ടും അഭ്യർത്ഥിക്കാനുള്ളത്. മറ്റൊന്ന് പ്രധാനമായിട്ട് നമുക്ക് പറയാനുള്ളത്, നമ്മുടെ ഇതെല്ലാം അന്വയം ഘടിപ്പിച്ചിട്ടുള്ളതാണ്. PFRDA നിയമം പിൻവലിക്കുക, പങ്കാളിത്ത പെൻഷൻ പിൻവലിക്കുക,
സ്റ്റാറ്റ്യൂട്ടറി സമ്പ്രദായം നടപ്പിലാക്കുക, അതോടൊപ്പം തന്നെ ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്ന ഫിനാൻസ് ബിൽ ഭേദഗതികളെ പിൻവലിക്കുക. ഈ 4 കാര്യങ്ങൾ അന്യോന്യം ബന്ധപ്പെട്ടതാണ്. എങ്ങനെയെന്ന് നോക്കാം. എങ്ങനെയാണ് ഈ പങ്കാളിത്ത പെൻഷൻ പദ്ധതി നമ്മുടെ ഇടയിൽ വന്നത് എന്നുള്ള കാര്യത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കണം. ഇത് നമ്മുടെ ഗവൺമെന്റിന്റെ മാത്രം ഒരു കുറ്റമായിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റില്ല. എവിടുന്നോ പൊട്ടിപ്പുറപ്പെട്ടത്. എവിടെ? വൻകിട രാഷ്ട്രങ്ങൾ, അമേരിക്ക, ബ്രിട്ടൻ, ഫ്രാൻസ്, ഇറ്റലി, ജർമ്മനി എന്ന് തുടങ്ങിയിട്ടുള്ള രാജ്യങ്ങൾ ചേർന്ന് ഉണ്ടാക്കിയിരിക്കുന്ന സംഘടന. സംസ്ഥാന വൈസ് പ്രസിഡന്റ് PC പ്രസന്ന, ബ്ലോക്ക് പ്രസിഡന്റ് B പരമേശ്വരൻ, ബ്ലോക്ക് സെക്രട്ടറി K ചന്ദ്രശേഖരൻ എന്നിവർ നേതൃത്വം നൽകി. തുടർന്ന് നടന്ന വിശദീകരണ യോഗം സംസ്ഥാന വൈസ് പ്രസിഡന്റ് PC പ്രസന്ന ഉദ്ഘാടനം ചെയ്തു. V കുഞ്ഞികൃഷ്ണൻ, ബാലകൃഷ്ണൻ, VT കാർത്യായനി, KP കമാരൻ നായർ, രവിവർമ്മൻ തുടങ്ങിയവർ സംസാരിച്ചു. B പരമേശ്വരൻ അധ്യക്ഷത വഹിച്ചു. K ചന്ദ്രശേഖരൻ സ്വാഗതവും V സുരേന്ദ്രൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ പട്ടികജാതി സംവരണ സീറ്റുകൾ പൂർണ്ണമായും പ്രവേശനം അനുവദിക്കണമെന്നാവശ്യം PKS കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാഞ്ഞങ്ങാട് ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. തുടർന്ന് നടന്ന ധർണ CITU കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് P മണിമോഹൻ ഉദ്ഘാടനം ചെയ്തു. ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ പട്ടികജാതി സംവരണ സീറ്റുകളിൽ പൂർണ്ണമായും പ്രവേശനം അനുവദിക്കുക, അനധ്യാപക തസ്തികയിലെ സംവരണ നിയമം പൂർണ്ണതോതിൽ നടപ്പിലാക്കുക, സ്വകാര്യ മേഖലയിൽ തൊഴിൽ സംവരണം നടപ്പിലാക്കുക, ജാതി സെൻസസ് നടപ്പിലാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് പട്ടികജാതി ക്ഷേമസമിതി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാഞ്ഞങ്ങാട് മുഖ്യ തപാൽ ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. നിരവധി ആളുകൾ പങ്കെടുത്ത് കാഞ്ഞങ്ങാട് പട്ടണത്തിൽ നിന്നും മാർച്ച് ആരംഭിച്ചു. തുടർന്ന് മുഖ്യ തപാൽ ഓഫീസിനു മുന്നിൽ നടത്തിയ ധർണ CITU ജില്ലാ പ്രസിഡന്റ് P മണിമോഹൻ ഉദ്ഘാടനം ചെയ്തു. ഈ സമൂഹത്തിനകത്തെ നാഡീനരമ്പുകളായി മാറുന്നതിന് വേണ്ടി തയ്യാറാകുമ്പോൾ അതിൽ നിന്ന് അവരെ പിന്തിരിപ്പിക്കുക എന്ന ലക്ഷ്യമാണ് നമ്മുടെ രാജ്യത്തിനകത്തെ ഭരണവർഗത്തിൽ ഉള്ളത് എന്നതിന് തെളിവാണ് ഈ രാജ്യത്തിനകത്ത് ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുന്ന ഈ തെറ്റായ സമീപനം എന്ന് പറയുന്നത്. അതിൻ്റെ മൂല കാരണം ഈ രാജ്യത്തിനകത്തെ ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്നത് RSS ആണ്. RSS തീരുമാനിക്കുന്ന പ്രവർത്തനങ്ങളാണ് ഈ രാജ്യത്തിനകത്ത് BJP ഗവൺമെന്റ് നടപ്പിലാക്കുന്നത്. ഈ രാജ്യത്തിനകത്തെ സംവരണ നിയമവുമായി ബന്ധപ്പെട്ടുകൊണ്ട്, സംവരണ തത്വവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തുടക്കകാലം തൊട്ട് ആ സംവരണ ആനുകൂല്യത്തെ എതിർക്കുന്ന വിഭാഗമാണ് RSS കൊണ്ട് കാണുന്നത്. എന്നാൽ RSS എപ്പോഴും ജാതീയപരമായിട്ടുള്ള സംഘടനകളെ പ്രോത്സാഹിപ്പിക്കുന്ന സമീപനം നമുക്ക് കാണാൻ വേണ്ടി പറ്റും. മതപരമായിട്ടുള്ള ഏകോപനം സംഘടിപ്പിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അതൊക്കെ രാഷ്ട്രീയ ലക്ഷ്യത്തിന് വേണ്ടിയുള്ള അടവ് കാര്യങ്ങളുടെ ഭാഗമായിട്ടാണ്. നമ്മൾ നോക്ക്, നേരത്തെ പറഞ്ഞു, ഹിന്ദുത്വ സമീപനത്തിന്റെ ഭാഗമായിട്ടാണ് ഇവിടെ ഇത്തരം ഒരു കാഴ്ചപ്പാട് ഉയർന്നു വരുന്നത് എന്ന്. ഹിന്ദുത്വ എന്ന് പറയുമ്പോൾ നമുക്കെല്ലാവർക്കും ഒരു തോന്നലുണ്ടാകും, നാം എല്ലാം ചേർന്നതാണ് ഹിന്ദുക്കൾ എന്നത് വിജയിക്കും. എന്നാൽ RSSന്റെ കാഴ്ചപ്പാടെന്ന് പറയുന്നത് നാം എല്ലാം ചേർന്ന ഹിന്ദുക്കളല്ല എന്ന് നമുക്ക് കാണാൻ പറ്റും. ജില്ലാ പ്രസിഡന്റ് P ജഗദീശൻ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ കൊക്കാൽ ചന്ദ്രൻ, P ശ്യാമള എന്നിവർ സംസാരിച്ചു. K സുരേഷ് ബാബു, AK ശശികുമാർ, ഒരിയര മാധവൻ, M ഷിജു, AK ശങ്കര, C ബിജു, K ഉദയൻ, വേണു മടിക്കൈ, റോഷൻ കാറടുക്ക, പ്രസാദ് കുമ്പള എന്നിവർ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. ജില്ലാ സെക്രട്ടറി BM പ്രദീപ് സ്വാഗതം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കാസർഗോഡ് ജില്ലാ ഒളിമ്പിക് അസോസിയേഷന്റെ 2025-30 വർഷത്തെ പുതുതായി തിരഞ്ഞെടുത്ത ഭാരവാഹികൾ അമ്പലത്തറ റൈഫിൾ ക്ലബ്ബിൽ നടന്ന പ്രൗഢഗംഭീരമായ ചടങ്ങിൽ വെച്ച് സ്ഥാനമേറ്റു. അനുമോദന ചടങ്ങും നടത്തി. കാസർഗോഡ് ജില്ലാ ഒളിമ്പിക് അസോസിയേഷന്റെ 2025-30 വർഷത്തെ പുതിയതായി തെരഞ്ഞെടുത്ത ഭാരവാഹികൾ അമ്പലത്തറ റൈഫിൾ ക്ലബ്ബിൽ നടന്ന പ്രൗഢഗംഭീരമായ ചടങ്ങിൽ വെച്ച് സ്ഥാനമേറ്റു. പ്രസിഡന്റായി അന്തർദേശീയ പഞ്ചഗുസ്തി പവർ ലിഫ്റ്റിംഗ് താരം MV പ്രതീഷ്, ജനറൽ സെക്രട്ടറിയായി M അച്യുതൻ മാസ്റ്റർ, ട്രഷററായി K വിജയകൃഷ്ണൻ മാസ്റ്ററും സീനിയർ വൈസ് പ്രസിഡന്റായി Dr. MK രാജശേഖരനും ചുമതലയേറ്റു. അതേസമയം ഈ വർഷത്തെ ഒരു ബാച്ച്, ആ ഒരു ബാച്ചിന് ഉണ്ടായിരിക്കുന്ന ഒരു എനർജി ജയിക്കണം, നമ്മൾക്കൊരു ചരിത്രത്തിന്റെ ഒരു ഭാഗമാണ്, കുറേ വർഷങ്ങളായിട്ട് അച്ചീവ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ്. അത് റൗണ്ട് കളിച്ച് കയറുക എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ. റൗണ്ടിൽ കളിച്ചിട്ട് നമ്മൾ ക്വാളിഫൈ ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് കുറച്ചൊരു സന്തോഷമുള്ള കാര്യമാണ്. അപ്പം നന്നായിട്ട് പെർഫോം ചെയ്തു. എല്ലാ ഓരോ മാച്ചിലും
പിന്നെ കിട്ടിയ ഒരു ഭാഗ്യം എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് മാച്ച് കിട്ടിയത് തന്നെ ടീം സെറ്റ് ചെയ്യാൻ പറ്റിയ രീതിയിൽ മംഗോളിയായിട്ട് ആദ്യം മാച്ച് കിട്ടി. അത് അത്ര ബുദ്ധിമുട്ടുള്ള മാച്ച് ആയിരുന്നില്ല. അതുകൊണ്ട് ആ കളിയിൽ എല്ലാ കുട്ടികൾക്കും കളിക്കാൻ പറ്റി, എല്ലാവർക്കും അവസരങ്ങൾ കിട്ടി. പിന്നെ നെക്സ്റ്റ് മാച്ച് അതിനനുസരിച്ച് ലാസ്റ്റ് മാച്ച് നമുക്ക് നല്ല പ്രിപ്പയർ ചെയ്തിട്ട് ടഫായിട്ട് പ്രിപ്പയർ ചെയ്തിട്ട് മെൻ്റലി ആയാലും ഫിസിക്കലി ആയാലും കുട്ടികളും അതുപോലെ എല്ലാ സ്റ്റാഫും ഓൾ സ്റ്റാഫും പറഞ്ഞാൽ മെഡിക്കൽ സ്റ്റാഫ് ആയിക്കോട്ടെ സപ്പോർട്ടിങ് എല്ലാവരും നല്ല രീതിയിലായിരുന്നു പോയിരുന്നത്. അതുകൊണ്ട് തന്നെ അതൊരു അച്ചീവ് ചെയ്യാൻ പറ്റി വളരെയധികം സന്തോഷമുള്ള കാര്യമാണ്. 8 വൈസ് പ്രസിഡന്റുമാരും 6 ജോയിന്റ് സെക്രട്ടറിമാരും 9 എക്സിക്യൂട്ടീവ് അംഗങ്ങൾ ഉൾപ്പെടെ 27 അംഗങ്ങളാണ് കമ്മിറ്റിയിലുള്ളത്. 25 കായിക സംഘടനയെ പ്രതിനിധീകരിച്ചുള്ളവരാണിവർ. ചടങ്ങിൽ ഇന്ത്യൻ വനിതാ ഫുട്ബോൾ ടീം പരിശീലക PV പ്രിയ, അന്താരാഷ്ട്ര ഫുട്ബോൾ താരം മാളവിക എന്നിവരെ അനുമോദിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ഓണം ഖാദി മേള 2025 തുടക്കമായി. കാസർഗോഡ് ജില്ലാതല ഉദ്ഘാടനം കാഞ്ഞങ്ങാട് പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് വെച്ച് നടന്നു. എനിക്കും വേണം ഖാദി എന്ന സന്ദേശത്തോടെ കേരള ഖാദി ഗ്രാമ വ്യവസായ ബോർഡും പയ്യന്നൂർ ഖാദി കേന്ദ്രവും ജില്ലാ ജാതി ഗ്രാമ വ്യവസായ ഓഫീസും നേതൃത്വം നൽകുന്ന ഓണം ഖാദി മേള 2025 കാസർഗോഡ് ജില്ലാതല ഉദ്ഘാടനം കാഞ്ഞങ്ങാട് പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് വെച്ച് നടന്നു. സഹകരണ രജിസ്ട്രേഷൻ തുറമുഖം വകുപ്പ് മന്ത്രി VN വാസവൻ ഉദ്ഘാടനം ചെയ്തു. ഓണത്തോടനുബന്ധിച്ച് നമ്മുടെ സംസ്ഥാനത്ത് ഖാദി ഗ്രാമ വ്യവസായ ബോർഡ് എല്ലാ ജില്ലകളിലും അതിൻ്റെ ഔട്ട്ലെറ്റുകളിൽ പ്രധാനമായും ഏറ്റവും പ്രാധാന്യത്തോടുകൂടി ഓണത്തോടനുബന്ധിച്ചുള്ള വിപണനം മേളകൾ സമാരംഭിച്ചിരിക്കുക. മുമ്പുണ്ടായിരുന്ന തുണിത്തരങ്ങളല്ല ഇപ്പോൾ ഖാദി ബോർഡിൻ്റെ വിപണന കേന്ദ്രങ്ങളിൽ വരുന്നത്. ഇപ്പോൾ ഉന്നതമായ നിലവാരമുള്ള ഏറ്റവും നല്ല ബ്രാൻഡഡ് പ്രോഡക്റ്റുകളോടൊപ്പം കമ്പീറ്റ് ചെയ്യാൻ കഴിയുന്ന വിധത്തിലുള്ള ഏറ്റവും നല്ല ഉൽപ്പന്നങ്ങളാണ് ഖാദി ഗ്രാമ വ്യവസായ ബോർഡിനെ ഉൽപ്പാദിപ്പിച്ച് വിപണനത്തിന് എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും നല്ല ഫാഷൻ ഡിസൈനുകൾ ഒക്കെ തന്നെ നമുക്ക് കൈകാര്യം ചെയ്യാൻ കഴിയുന്ന രൂപത്തിൽ ഇന്നിവരുടെ ബ്രാൻഡഡ് പ്രോഡക്റ്റുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇതിലെല്ലാ മേളകളിലും വ്യാപകമായി ഖാദി ഉൽപ്പന്നങ്ങൾക്ക് പ്രയോജനം വരികയും നല്ല കച്ചവടങ്ങൾ നടക്കുകയും ചെയ്യുന്നുണ്ട്. M രാജഗോപാലൻ MLA അധ്യക്ഷനായി. ആദ്യ വിൽപ്പന കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർപേഴ്സൺ KV സുജാത, ഐശ്വര്യ കുമാരൻ, MK വിനോദ് എന്നിവർക്ക് നൽകിക്കൊണ്ട് നിർവഹിച്ചു. പ്രമുഖ സിനിമാ സീരിയൽ നടൻ സന്തോഷ് കീഴാറ്റൂർ മുഖ്യാതിഥിയായി പങ്കെടുത്തു. നഗരസഭാ വൈസ് ചെയർമാൻ ബിൽടെക് അബ്ദുള്ള, മുൻ ചെയർമാൻ VV രമേശൻ, P സുഭാഷ് എന്നിവർ സംസാരിച്ചു. വ്യാപാരി വ്യവസായി സമിതി നേതാക്കൾ, വിവിധ രാഷ്ട്രീയ സാംസ്കാരിക പ്രവർത്തകർ, ഖാദി ജീവനക്കാർ എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കേരള സംഗീത നാടക അക്കാദമി കാസർഗോഡ് കേന്ദ്ര കലാസമിതിയുടെയും അമ്പലത്തറ ഫൈൻ ആർട്സ് സൊസൈറ്റിയുടെയും സഹകരണത്തോടെ സംഗീതോത്സവം സംഘടിപ്പിച്ചു. CH കുഞ്ഞമ്പു MLA ഉദ്ഘാടനം നിർവഹിച്ചു. ചൈനീസ് കെൻപോ കരാട്ടയുടെ കരാട്ടെ ക്ലിക്ക് ബോക്സിംഗ് ഗ്രേഡിംഗ് ടെസ്റ്റ് കാഞ്ഞങ്ങാട് നടന്നു. ചെമ്മട്ടംവയൽ സ്കൂളിൽ നടന്ന ടെസ്റ്റിൽ ജില്ലയിലെ വിവിധ ഭാഗങ്ങളിലുള്ള 450 കുട്ടികൾ പങ്കെടുത്തു. കുട്ടികളിൽ ലഹരിമരുന്നിന്റെ ഉപയോഗം ഇല്ലാതാക്കുന്നതിനും മികച്ച ആരോഗ്യവും പ്രതിരോധവും ഉറപ്പുവരുത്തുന്നതിനുമായി ചിട്ടയായ പരിശീലനത്തിലൂടെ കുട്ടികളെ പ്രാപ്തരാക്കുന്ന ചൈനീസ് കെൻപോ കരാട്ടെ അസോസിയേഷന്റെ നേതൃത്വത്തിലുള്ള ചൈനീസ് കെൻപോ കരാട്ടയുടെ കരാട്ടെ കിക്ക് ബോക്സിംഗ് ഗ്രേഡിംഗ് ടെസ്റ്റ് കാഞ്ഞങ്ങാട്ട് നടന്നു. ചെമ്മട്ടംവയൽ സ്കൂളിൽ നടന്ന ടെസ്റ്റിൽ ജില്ലയിലെ വിവിധ ഭാഗങ്ങളിലുള്ള 450 കുട്ടികൾ പങ്കെടുത്തു. ചൈനീസ് കെൻപോ കരാട്ടെ കിക്ക് ബോക്സിംഗ് ജില്ലാ പ്രസിഡന്റ് രാജേഷ് അതിയാൽ, സെക്രട്ടറി A ഷാജി, ട്രഷറർ K പ്രകാശൻ എന്നിവർ നേതൃത്വം നൽകി. കെൻപോ കരാട്ടെ കിക്ക് ബോക്സിങ്ങിൻ്റെ നമ്മളുടെ ഗ്രേഡിംഗ് ടെസ്റ്റാണ് ഇപ്പോൾ നടക്കുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ ഈ കരാട്ടെ സ്കൂളിലെല്ലാം എല്ലാ സ്കൂളിലും നമ്മൾ നടത്തുന്നുണ്ട്. അതുകൂടെ ഇത് ഗ്രേസ് മാർക്കും അതുപോലെ തന്നെ ഓരോ വർഷത്തേക്കും ഗവൺമെൻറ് അംഗീകാരത്തോടെ തന്നെ 2 തവണ മത്സരം വരുന്നുണ്ട്. അതിൽ ഗ്രേസ് മാർക്കുണ്ട്. അതുകൂടാതെ നമ്മൾ അനവധി സ്കൂളിലേക്ക് ഇപ്പോൾ നമ്മൾ ക്ലാസ് എടുക്കുന്നുണ്ട്. എല്ലാ കുട്ടികളും എല്ലാ സ്കൂളിലും മൊത്തമായി കരാട്ട വരണമെന്നാണ് നമ്മളെ ആഗ്രഹം. എല്ലാ കുട്ടികളും കരാട്ട കളിക്കണമെന്നാണ്. കേരള ചീഫ് ഇൻസ്ട്രക്ടർ റൻഷി രതീഷ് കാലിക്കറ്റ് പരിശോധന നടത്തി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. നാഷണൽ സർവീസ് സ്കീം അംഗത്വ ദിനം കൈക്കോട്ടുകടവ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ VHSE NSS യൂണിറ്റ് നേതൃത്വത്തിൽ വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു. അങ്കണവാടി കുരുന്നുകൾക്ക് പായസ വിതരണവും പൊതുജനങ്ങൾക്ക് ജീവിതശൈലി രോഗപരിശോധന ക്യാമ്പും സംഘടിപ്പിച്ചു.
സേവന സന്നദ്ധ കൂട്ടായ്മ NSS കൈക്കോട്ടുകടവ് സ്കൂൾ യൂണിറ്റ് നേതൃത്വത്തിൽ നടത്തിയ അംഗത്വ ദിനാചരണത്തിന് തുടക്കം കുറിച്ച് സ്കൂൾ പ്രിൻസിപ്പൽ KV ഗോപിക്കുട്ടി, പ്രധാനാധ്യാപകൻ B വിനോദ് കുമാർ എന്നിവർ ചേർന്ന് പതാക ഉയർത്തി. ഉടുമ്പന്തല കുടുംബാരോഗ്യ കേന്ദ്രം, ഇളമ്പിച്ചി ആരോഗ്യ കേന്ദ്രം എന്നിവയുടെ സഹകരണത്തോടെ സ്കൂളിൽ സംഘടിപ്പിച്ച ജീവിതശൈലി രോഗപരിശോധന ക്യാമ്പിൽ പൊതുജനങ്ങൾ, അധ്യാപകർ, രക്ഷിതാക്കൾ, വിദ്യാർത്ഥികൾ തുടങ്ങി 100-ൽ പരം പേർ പങ്കെടുത്തു. ക്യാമ്പിന് ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ RV നിതിൻ, JPHN M നീതു, മിഡ് ലെവൽ സർവീസ് പ്രൊവൈഡർ KT സച്ചിന, ആശാ വർക്കർ TV റീന എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി. നാഷണൽ സർവീസ് സ്കീമിൻ്റെ എൻറോൾമെൻറ്റ് ഡേ ആണ്. അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ കൈക്കോട്ടുകടവ് സ്കൂളിലെ പുതുതായി അഡ്മിഷൻ എടുത്ത കുട്ടികളുടെ എൻറോൾമെൻറ്റ് ഡേ ആണ് നടക്കുന്നത്. ഈ ചടങ്ങിന് ഇന്നത്തെ ദിവസം നമ്മൾ 2 പരിപാടികൾ നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഒന്നാമതായിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിന്ന് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പതാക, NSSൻ്റെ പതാക ഉയർത്തുകയും അതുപോലെ പ്രതിജ്ഞ കുട്ടികൾക്ക് ചൊല്ലിക്കൊടുക്കുകയും ചെയ്തു. അതേപോലെ തന്നെ നമ്മൾ അങ്കണവാടിയിൽ കുറച്ച് ക്ലീനിങ് പ്രവർത്തനങ്ങളായി ചെയ്തു. അതുപോലെ പായസ വിതരണം ചെറിയ കുട്ടികൾക്ക് നടത്തി. അതുപോലെ തന്നെ നമ്മുടെ ജീവിതശൈലി രോഗങ്ങളെ അറിയാൻ വേണ്ടിയിട്ടും അതിനെ പരിചരിക്കാൻ വേണ്ടിയിട്ടും നമ്മുടെ PHSCയിലെ ആൾക്കാർക്ക് സ്കൂൾ സ്റ്റാഫിന് നാട്ടുകാർക്കും വേണ്ടിയിട്ട് ഒരു ക്യാമ്പ് നടത്തുകയും ചെയ്തിരിക്കുകയാണ്. തുടർന്ന് കൈക്കോട്ടുകടവ് 39-ാം നമ്പർ അംഗനവാടിയിലെ കുരുന്നുകൾക്ക് പായസ വിതരണം നടത്തി. ചേച്ചിമാരും ചേട്ടന്മാരും നൽകിയ മധുരം അവർ നുണഞ്ഞു. അംഗനവാടി വർക്കർ K ശോഭന, ഹെൽപ്പർ V ഉഷ എന്നിവർ NSS വോളണ്ടിയർമാർക്ക് നന്ദി അറിയിച്ചു. NSS കോർഡിനേറ്റർ BK ബിജു പ്രമോദ്, അധ്യാപകരായ PP ദാവൂദ്, PP ഷീന, M സത്യ, P ഇന്ദിര, PE കാർത്തിക, സരസ്വതി സത്യൻ എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. കാഞ്ഞങ്ങാട് ഡിവൈൻ കോളേജിലെ 1992 PDC ബാച്ചിലെ 100-ൽ പരം പൂർവ്വ വിദ്യാർത്ഥി സഹപാഠികൾ നീണ്ട 33 വർഷത്തിന് ശേഷം ഒരുമിച്ച് കണ്ടുമുട്ടിയ സുദിനമായിരുന്നു ഡിവൈൻ മീറ്റ് 2025. പടന്നക്കാട് ബേക്കൽ ക്ലബ്ബിൽ വെച്ച് നടന്ന സംഗമം അഗസ്റ്റിൻ മാത്യു എഴുതിയിണം നൽകിയ സ്വാഗതഗാനത്തോടെ തുടക്കം കുറിച്ചു. കാഞ്ഞങ്ങാട് ഡിവൈൻ കോളേജിലെ 1992 PDC ബാച്ചിലെ 100-ൽ പരം പൂർവ്വ വിദ്യാർത്ഥി സഹപാഠികൾ നീണ്ട 33 വർഷത്തിന് ശേഷം ഒരുമിച്ച് കണ്ടുമുട്ടിയ സുദിനമായിരുന്നു ഡിവൈൻ മീറ്റ് 2025. പടന്നക്കാട് ബേക്കൽ ക്ലബ്ബിൽ വെച്ച് നടന്ന സംഗമം അഗസ്റ്റിൻ മാത്യു എഴുതി ഈണം നൽകിയ സ്വാഗതഗാനത്തോടെ തുടക്കം കുറിച്ചു. സംഘാടക സമിതി കൺവീനറും പ്രവാസിയുമായ ആശുതോഷ് യാദവിന്റെ അധ്യക്ഷതയിൽ പ്രശസ്ത കവിയും ഡിവൈൻ കോളേജിൽ മുൻ മലയാളം അധ്യാപകനുമായിരുന്ന ദിവാകരൻ വിഷ്ണുമംഗലം ഉദ്ഘാടനം ചെയ്തു. സംവിധായകൻ M മോഹൻ കഥ പറയുമ്പോൾ പോലുള്ള സിനിമകളെടുത്ത് ഞാൻ അഭിനയിച്ച ഈ നടക്കുന്ന സിനിമകൾ സംവിധാനം ചെയ്ത് പോകാനായിട്ട് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു. അപ്പോൾ അത് അദ്ദേഹം പഠിപ്പിച്ച ഒരു പാരന്റ് കോളേജിനെ കുറിച്ച് പറഞ്ഞു. പെട്ടെന്ന് എനിക്ക് എൻ്റെ പാരന്റ് കോളേജ് അധ്യാപന ജീവിതത്തെക്കുറിച്ച് പെട്ടെന്ന് ഓർമ്മ വരികയും ഞാൻ താഴെ അത് റിവ്യൂ ചെയ്തപ്പോൾ പോകാനായിട്ട് വളരെ ഇഷ്ടപ്പെട്ടു, വിളിക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഈ കാലം വളരെ നല്ല കാലം പറയാൻ കാരണം അന്ന് 500 രൂപയൊക്കെയാണ് എനിക്ക് ശമ്പളം ഉണ്ടായത്. ഈ 500 രൂപ കിട്ടിയാൽ അതിലേക്ക് 100 രൂപ വീട്ടിൽ കൊടുക്കും. 100 രൂപ ഞങ്ങളുടെ ചെലവിനെടുക്കും. ബാക്കി 100 രൂപക്ക് അപ്പോഴുള്ള മിൽമാപുത്രി കുറിച്ച് പാല് കുടിക്കും. ഞാൻ മോഹനൻ, പ്രകാശൻ മാഷ്, ഞാൻ കുറച്ച് മാഷുമാക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള മുസ്തഫ മാഷ് ഇവരൊക്കെ അത് പിന്നെ കൂടാതെ പരീക്ഷയ്ക്ക് പോകാനും അതുപോലെ ഇന്റർവ്യൂവിന് പോകാനുമുള്ള പൈസയും ഒക്കെ കിട്ടുമായിരുന്നു. വിവിധ മേഖലകളിൽ പുരസ്കാരം നേടിയ രേഖ S നായർ രാജപുരം, KV സുകുമാരൻ ചാലിങ്കാൽ, അംബിക കോടോത്ത്, ആശുതോഷ് യാദവ് എന്നിവരെ സംഗമത്തിൽ ആദരിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികൾ നടന്നു. ശാലിനി ദാമോദരൻ, സതി ചെമ്മട്ടം വയൽ, രത്നാകരൻ കാലിക്കടവ്, രാജു കുന്നത്ത്, മോഹനൻ പുല്ലൂർ, അഗസ്റ്റ്യൻ, ഭാസ്കരൻ, മണികണ്ഠൻ, വിജി ബല്ലാക്കടപ്പുറം എന്നിവർ സംസാരിച്ചു. വരും വർഷങ്ങളിലും സഹപാഠികളെ സഹായിക്കാനുള്ള ചാരിറ്റി പ്രവർത്തനത്തിനും കൂടിച്ചേരലുകൾക്കുമായി രത്നാകരൻ കാലിക്കടവ് പ്രസിഡന്റ്, രാജു കുന്നത്ത് ജനറൽ സെക്രട്ടറി, പവിത്രൻ കാരക്കോട്, ഗാഞ്ചി അടങ്ങുന്ന 16 അംഗ കമ്മിറ്റിയെ പൊതുയോഗത്തിൽ തെരഞ്ഞെടുത്തു. സംഗമത്തിൽ പ്രോഗ്രാം കോർഡിനേറ്റർ ഗോവിന്ദൻ മടിക്കൈ സ്വാഗതവും രേഖ C നന്ദിയും രേഖപ്പെടുത്തി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ചിത്താരി സർവീസ് സഹകരണ ബാങ്കിന്റെ ആഭിമുഖ്യത്തിൽ കുടുംബശ്രീ സംഗമവും ബാങ്കിന്റെ ലോഗോ പ്രകാശനവും നടന്നു. അജാനൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് T ശോഭ ഉദ്ഘാടനം ചെയ്തു. ബാങ്കിന്റെ ലോഗോ അജാനൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് K സബീഷ് പ്രകാശനം ചെയ്തു.
GVHS സ്കൂളിലെ നാഷണൽ സർവീസ് സ്കീം യൂണിറ്റിന്റെയും കരിയർ ഗൈഡൻസ് ആൻഡ് കൗൺസിലിംഗ് സെല്ലിന്റെയും മറ്റ് ക്ലബ്ബുകളുടെയും ആഭിമുഖ്യത്തിൽ ഹിരോഷിമ നാഗസാക്കി ദിനം ആചരിച്ചു. യുദ്ധവിരുദ്ധ ഒപ്പുതോണികളും യുദ്ധവിരുദ്ധ ഇൻസ്റ്റലേഷനും യുദ്ധവിരുദ്ധ പ്രതിജ്ഞയും നടത്തി. സീനിയർ അസിസ്റ്റന്റ് ശാരദാ സി ഉദ്ഘാടനം ചെയ്തു. GVHSലെ നാഷണൽ സർവീസ് സ്കീം യൂണിറ്റിന്റെയും കരിയർ ഗൈഡൻസ് ആൻഡ് കൗൺസിലിംഗ് സെല്ലിന്റെയും മറ്റ് ക്ലബ്ബുകളുടെയും ആഭിമുഖ്യത്തിലാണ് ഹിരോഷിമ നാഗസാക്കി ദിനം ആചരിച്ചത്. യുദ്ധവിരുദ്ധ ഒപ്പുതോണികളും യുദ്ധവിരുദ്ധ ഇൻസ്റ്റലേഷനും യുദ്ധവിരുദ്ധ പ്രതിജ്ഞയും നടത്തി. സീനിയർ അസിസ്റ്റന്റ് ശാരദാ സി ഉദ്ഘാടനം ചെയ്തു. പ്രിൻസിപ്പൽ അരുൺ PS സംസാരിച്ചു. 2ാം വർഷ വോളണ്ടിയർമാരായ കണ്ണൻ, ഗോകുൽരാജ്, അഭിറാം, അജ്മൽ, അഭിനവ്, ദേവനന്ദു തുടങ്ങിയവർ യുദ്ധവിരുദ്ധ ഇൻസ്റ്റലേഷൻ സംഘടിപ്പിച്ചു. ദേവനന്ദ VV യുദ്ധവിരുദ്ധ പ്രതിജ്ഞയും, ആസിയത് സഫ യുദ്ധവിരുദ്ധ സന്ദേശവും, വിസ്മയ യുദ്ധവിരുദ്ധ പോസ്റ്ററും തയ്യാറാക്കി. NSS പ്രോഗ്രാം ഓഫീസർ മഞ്ജു R, കരിയർ മാസ്റ്റർ സമീർ സിദ്ദീഖി, അധ്യാപകരായ സനിത S, സിംജ മോൾ, പ്രജീഷ് CM, സുബിത അശ്വതി, ആരതി, സിന്ധു P രാമൻ, അശ്വതി ഭരതൻ, ലസിത VV, സൈക്കോ സോഷ്യൽ സ്കൂൾ കൗൺസിലർ ഷിജി KP തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ഗവൺമെന്റ് ഹൈസ്കൂൾ കാലിച്ചാനടുക്കം SPCയുടെ പാസിംഗ് ഔട്ട് പരേഡ് നടന്നു. ജില്ലാ അഡീഷണൽ SPയും ജില്ലാ ഓഫീസറുമായ ദേവദാസൻ CM സല്യൂട്ട് സ്വീകരിച്ചു. ഗവൺമെന്റ് ഹൈസ്കൂൾ കാലിച്ചാനടുക്കം SPCയുടെ പാസിംഗ് ഔട്ട് പരേഡ് നടന്നു. ചടങ്ങിൽ വിശിഷ്ടാതിഥി ജില്ലാ അഡീഷണൽ SPയും ജില്ലാ നോഡൽ ഓഫീസറുമായ ദേവദാസൻ CM സല്യൂട്ട് സ്വീകരിച്ചു. അതിന് നിങ്ങൾക്ക് ഈ കിട്ടിയ പരിശീലനങ്ങൾക്ക് നിങ്ങൾക്ക് വിവിധ മേഖലകളിൽ പരിശീലനം കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ ശാരീരികമായും മാനസികമായും എല്ലാം നല്ല കുറച്ച പരിശീലനം കിട്ടിയിട്ടാണ് ഈ പാസ് ഔട്ട് ആവുന്നത്. അപ്പൊ ഇത് നമ്മുടെ സമൂഹത്തിന്റെ നന്മയ്ക്കായിട്ട് ഉപയോഗിക്കുമ്പോഴാണ് നമുക്കറിയാമോ ഈ SPCയിൽ പങ്കെടുത്ത SPC കേഡറ്റുകൾക്ക് SLC പരീക്ഷയിൽ ഗ്രേസ് മാർക്ക് ഉണ്ട്. കോടമ്പള്ളൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ദാമോദരൻ P, ഹെഡ് മാസ്റ്റർ സന്തോഷ് K, ADNO തമ്പാൻ T, PTA പ്രസിഡന്റ് മധു AV, SMC ചെയർമാൻ ഫറൂഖ് TP, മദർ PTA പ്രസിഡന്റ് അമ്പിളി സജീവൻ എന്നിവർ പങ്കെടുത്തു. ചടങ്ങിൽ 10 വർഷം SPCയിൽ സേവനം പൂർത്തിയാക്കി CPO KV പത്മനാഭനെ ജില്ലാ നോഡൽ ഓഫീസ് ഏർപ്പെടുത്തിയ മൊമെന്റോ നൽകി ആദരിച്ചു. ചടങ്ങിന് ACPO ശ്രുതി TV, സ്റ്റാഫ് സെക്രട്ടറി റീന VK എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കാലിച്ചാനടുക്കം. വാഴക്കോട് ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം രാമായണ മാസാചരണ സമാപന ആഘോഷവും മഹാഗണപതി ഹോമവും ഓഗസ്റ്റ് 15 നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വാഴക്കോട് ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം രാമായണ മാസാചരണ സമാപനാഘോഷം മഹാഗണപതി ഹോമവും ഓഗസ്റ്റ് 15 നടക്കും. ഓഗസ്റ്റ് 15 മഹാഗണപതി ഹോമം ക്ഷേത്രം മേൽശാന്തി ശങ്കരൻ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിലാണ് നടക്കുന്നത്. സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ രാമായണ മാസാചരണത്തിന്റെ സമാപന പരിപാടി വിശദീകരിക്കുന്നതിന് വേണ്ടിയാണ് ഈ പ്രസ് മീറ്റ് ഇവിടെ വിളിച്ചത്. കേരള ക്ഷേത്ര സംരക്ഷണ സമിതി രജിസ്റ്റർ ചെയ്തിട്ടുള്ള വാഴക്കോട് ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ വർഷത്തോറും രാമായണ മാസം ആചരിക്കുന്നുണ്ടെങ്കിലും ഈ വർഷം രാമായണം ജനങ്ങളിലേക്ക് എന്ന ആപ്തവാക്യവുമായി വിപുലമായ പരിപാടികളാണ് ക്ഷേത്രത്തിൽ ആചരിച്ചിട്ടുള്ളത്. കർക്കിടകം 1 മുതൽ 31 ദിവസം നീണ്ടു നിൽക്കുന്ന രാമായണ പാരായണം മുടക്കം കൂടാതെ ക്ഷേത്രത്തിൽ നടന്നുവരുന്നുണ്ട്. ദക്ഷിണായന കാലത്തിന്റെ ആരംഭം കുറിക്കുന്ന കർക്കിടക മാസത്തിൽ ചെയ്യുന്ന എല്ലാ സത്കർമ്മങ്ങളിലും വഴിപാടുകൾക്കും ഇരട്ടി ഫലം ലഭിക്കുമെന്നതിനാൽ എല്ലാ ദിവസവും ക്ഷേത്രത്തിൽ ഗണപതി ഹോമം പ്രത്യേകമായി നടത്തിയിരുന്നു. ആയുധ പരിസമാപ്തി കുറിച്ചുകൊണ്ട് 15/8/2025 വെള്ളിയാഴ്ച രാവിലെ മഹാഗണപതി ഹോമവും നടത്തുന്നുണ്ട്. രാമായണത്തിന്റെ സന്ദേശം എല്ലാ വീടുകളിലേക്കും എത്തിക്കുന്നതിനായി ക്ഷേത്ര പരിസരത്തുള്ള വീടുകൾ കേന്ദ്രീകരിച്ച് രാമായണ പാരായണം, ശ്രീരാമ അഷ്ടോത്തര നാമാർച്ചന, ഭജന, സത്സംഗം എന്നീ കാര്യങ്ങളും മാതൃസംഘയുടെ നേതൃത്വത്തിൽ വളരെ ഭക്തിയാദരപൂർവ്വം നടത്തിവരികയാണ്. ഉച്ചയ്ക്ക് 2 മണിക്ക് വിഷ്ണു സഹസ്രനാമ ജപം, പഞ്ചാക്ഷരി മന്ത്രജപം എന്നിവയും നടക്കും. തുടർന്ന് മാതൃസമിതി നടത്തുന്ന മെഗാ രാമായണ പാരായണം നടക്കും. കാസർഗോഡ് ജില്ലാ ക്രൈംബ്രാഞ്ച് DYSP ഉത്തംദാസ് ഉദ്ഘാടനം ചെയ്യും.
രാജേഷ് നാദാപുരം മുഖ്യപ്രഭാഷണം നടത്തും. കാഞ്ഞങ്ങാട്ട് നടന്ന വാർത്താ സമ്മേളനത്തിൽ PS ശശിധരൻ, KP സുകുമാരൻ, M രതീഷ്, റിനി വിമൽ, P ഇന്ദിര എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കേരള ഗവൺമെന്റ് നഴ്സസ് അസോസിയേഷൻ 41ാം കാസർഗോഡ് ജില്ലാ സമ്മേളനം നടന്നു. കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർപേഴ്സൺ KV സുജാത ഉദ്ഘാടനം നിർവഹിച്ചു. പെൻഷൻകാരുടെ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കാഞ്ഞങ്ങാട് ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സിവിൽ സ്റ്റേഷന് മുന്നിൽ ധർണ സംഘടിപ്പിച്ചു. ധർണയ്ക്ക് മുന്നോടിയായി നടന്ന മാർച്ചിൽ നിരവധി ആളുകൾ പങ്കെടുത്തു. ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ പട്ടികജാതി സംവരണ സീറ്റുകൾ പൂർണ്ണമായും പ്രവേശനം അനുവദിക്കണമെന്നാവശ്യം PKS കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാഞ്ഞങ്ങാട് ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. തുടർന്ന് നടന്ന ധർണ CITU കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് P മണിമോഹൻ ഉദ്ഘാടനം ചെയ്തു. കാസർഗോഡ് ജില്ലാ ഒളിമ്പിക് അസോസിയേഷന്റെ 2025-30 വർഷത്തെ പുതുതായി തിരഞ്ഞെടുത്ത ഭാരവാഹികൾ അമ്പലത്തറ റൈഫിൾ ക്ലബ്ബിൽ നടന്ന പ്രൗഢഗംഭീരമായ ചടങ്ങിൽ വെച്ച് സ്ഥാനമേറ്റു. അനുമോദന ചടങ്ങും നടത്തി. ഓണം ഖാദിമേള 2025 തുടക്കമായി. കാസർഗോഡ് ജില്ലാതല ഉദ്ഘാടനം കാഞ്ഞങ്ങാട് പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് വെച്ച് നടന്നു. കേരള സംഗീത നാടക അക്കാദമി കാസർഗോഡ് കേന്ദ്ര കലാസമിതിയുടെയും അമ്പലത്തറ ഫൈൻ ആർട്സ് സൊസൈറ്റിയുടെയും സഹകരണത്തോടെ സംഗീതോത്സവം സംഘടിപ്പിച്ചു. CH കുഞ്ഞമ്പു MLA ഉദ്ഘാടനം നിർവഹിച്ചു. അജാനൂർ ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ CDS മഴപ്പൊലിമ സംഘടിപ്പിച്ചു. മഴപ്പൊലിമയുടെ ഭാഗമായി സംഘടിപ്പിച്ച ഘോഷയാത്ര വെള്ളിക്കോത്ത് നിന്നും ആരംഭിച്ച അടോട്ടവയലിൽ സമാപിച്ചു. വാർത്തകൾ അവസാനിക്കുന്നു. നമസ്കാരം.